പെൺപുലി കാഞ്ചന IPS. ഓ, അയ്യപ്പനാണോ? കൊള്ളാലോ. നീ കേസ് മാത്രമല്ലല്ലോ കണ്ടുപിടിക്കുന്നേ, എന്റെ വോയിസും കണ്ടുപിടിച്ചല്ലോ. കാഞ്ചന, അതുപോലെ ഇപ്പോൾ കേൾക്കാൻ പോകുന്ന ഈ വോയിസ് ആരുടേതാണെന്ന് കണ്ടുപിടിക്കേ. സുനിൽ, ഇത് എന്ത് പറ്റി? സുനിൽ, സുനിൽ. നിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള അതേ സുനിൽ തന്നെയാ. എടേ, നിനക്ക് അത്രയ്ക്ക് ചങ്കുറ്റം ഉണ്ടെങ്കിൽ 15 നിമിഷം നിനക്ക് ഞാൻ തരിക. ഒറ്റയ്ക്ക് വന്ന് നീ ഇവനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോ. ഇല്ലെങ്കിൽ ഏതെങ്കിലും റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്നവന്റെ ബോഡി എടുത്തോണ്ട് പോയി പോസ്റ്റ്മോർട്ടം ചെയ്യേ. ഏയ്, സുനിലിന്റെ ദേഹത്ത് ഒരു പോറൽ പോലും വീഴാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ ജീവനോട് കത്തിക്കും. വാടി, വാ, നീ വാ. ഞാനും നിനക്ക് വേണ്ടി തന്നെയാ കാത്തിരിക്കുന്നത്. നിനക്ക് പറഞ്ഞ പോലെ ധൈര്യം ഉണ്ടെങ്കിൽ 15 നിമിഷത്തിനുള്ളിൽ ടെറിന ഫാക്ടറിയിലേക്ക് വാ. 15 നിമിഷം എന്തിനാടാ? 10 നിമിഷത്തിൽ ഞാൻ അവിടെ എത്തും. കാണാടി, പറ്റുമെങ്കിൽ വന്ന് രക്ഷിക്കേ. രക്ഷിക്കണം മാഡം. സുനിൽ, 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 കണ്ണു ഓർക്കു. സുനിൽ, സുനിൽ, എന്നെ നോക്ക്. സുനിൽ. കാഞ്ചന, അവൻ തൂങ്ങിക്കിടക്കുമ്പോ തന്നെ അവന്റെ സംസാരം നഷ്ടപ്പെട്ടു. അടുത്ത സംസാരം നഷ്ടപ്പെടുന്നത് നിന്റെ ആയിരിക്കും. എന്റെ അമ്മോ, അയ്യോ, ദേഹത്തെ മുറിവൊന്നും ഇതുവരെ ഉണങ്ങിയിട്ടില്ല. രക്തത്തിളപ്പ് ഇതുവരെ ശമിച്ചിട്ടില്ല. നീ പെരട്ടിയ മുളക് പൊടി കാരണം നീറ്റൽ ഇതുവരെ പോയിട്ടുമില്ല. അമ്മോ, ഏയ്, നിനക്ക് അങ്ങനത്തെ നീട്ടിൽ വരുമ്പോഴേ അറിയുള്ളൂടി. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ക്രിമിനലാണല്ലേ? എന്നെ വേരോടെ നീ നശിപ്പിക്കുമല്ലേ? എടേ, ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച വെറുമൊരു കൂണാടി നീ. ആ നീയാണോ എന്നെ പേടിപ്പിക്കുന്നത്? നിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സ് എല്ലാം നിന്റെ ഷൂ തുടയ്ക്കാൻ വന്ന ജോലിക്കാരാണെന്ന് വിചാരിച്ചു. ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ കണ്ട നിനക്ക് ചൊറിച്ചില് വരുമല്ലേ? ഞാൻ പാക്ക് വായിലിട്ട നിനക്കെന്താടി കുഴപ്പം? നമ്മളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി വന്നിട്ട് അവസാനം ഇവളെ ഇല്ലാതാക്കാൻ നമ്മളെല്ലാം വേണ്ടി വന്നല്ലോ. ഒരു കാഞ്ചനായി നീയൊക്കെ ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മറ്റൊരു കാക്കിക്കുപ്പായത്തെ പണയം വെച്ച് എന്നെ ഇവിടെ വരുത്തില്ലായിരുന്നു. നീയൊക്കെ നട്ടിലുള്ള ആണുങ്ങളായിരുന്നെങ്കിൽ മുഖാമുഖം എന്നെ നേരിട്ട് എതിർക്കണമായിരുന്നു. കഴിവ് കെട്ടവനെ പോലെ നാടകം കളിച്ച് ഇങ്ങനെ ആസൂത്രണം ചെയ്ത് എന്നെ ഇവിടെ വരുത്തിക്കില്ലായിരുന്നു. നിനക്കൊക്കെ നട്ടിലുണ്ടെങ്കിൽ എന്റെ മേത്ത് കൈവച്ച് നോക്കണം. എല്ലാരും ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ വാടാ. പോയി അടിക്കടാ.
എന്റെ മേത്തേക്ക് വീഴാതടാ. എന്റെ പൊള്ളുന്നേ, നീറുന്നേ, നീറുന്നേ.